സംശയം ഈ മതം മാറ്റമാണല്ലോ ഇപ്പോൾ വലിയ ചർച്ചാ വിഷയം. ഹിന്ദുക്കളാണ് മതം മാറ്റുന്നത്. എന്തുകൊണ്ടാണ് മുസ്ലിങ്ങളെ ആരും മതം മാറ്റാത്തത്? എന്തുകൊണ്ട്? ഒന്ന്, അവർ വളരെ വയലൻ്റായിട്ട് പ്രതികരിക്കും. മുസ്ലിമീങ്ങളെ മതം മാറ്റാൻ ചെല്ലാൻ പറ്റത്തില്ല. ഒരു ഭയങ്കര വയലൻസാണ്. സുവിശേഷ പ്രസംഗമായിട്ട് അവരെ മുമ്പിലെങ്ങാൻ ആരെങ്കിലും പെട്ട പിന്നെ ആൾ മെച്ചം ഉണ്ടാകത്തില്ല. അങ്ങനത്തെ അത്രയും അസഹിഷ്ണുതാവാദികളാണ്. പക്ഷെ നമ്മൾ സ്നേഹത്തിൻ്റെ സഹനത്തിൻ്റെ പര്യായങ്ങളാണ്. ഇത് കണ്ടുപിടിക്കുക. ഒരു പാസ്റ്ററിന് ഒരാഴ്ചയായിട്ട് വയറ്റിൽ നിന്ന് പോകുന്നില്ല, തടവ് ശരിയാക്കി കൊടുക്കുക. അത്ര കരണീയമാണ് ഈ പ്രവൃത്തി. വയറ്റിൽ നിന്ന് പോകാത്ത പാസ്റ്ററിന് തടവ് ശരിയാക്കി കൊടുക്കുക. എല്ലാം ശരിയായപ്പോൾ പാസ്റ്ററിനോട് പറഞ്ഞ് മേലെ കൊടുങ്ങല്ലൂർ ഭാഗത്ത് കണ്ടുപോരെന്ന് പറഞ്ഞു. എൻ്റെ പൊന്നാര വാടകർ സുനിലേ, നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ ഈ ചിത്രതയും വർക്കിതയൊക്കെ വേണം. എന്നാൽ ഈ ആമവാദമുള്ള ഈ വയസ്സാങ്കാലത്ത് ഈ അമ്മാവനെ ഇവിടെ വിളിച്ചിരുത്തിയിട്ട് ഈ ഇടങ്ങേറാക്കേണ്ട വല്ല കാര്യമുണ്ടാകും. ഈ സമയത്ത് നാമം ജപിച്ച് ഭക്തി നിർഭരമായ പ്രാർത്ഥനയോട് ഏതെങ്കിലും ഒരു ഭാഗത്ത് ഒതുങ്ങി കൂടണ്ട ഈ അമ്മാവനെയൊക്കെ വിളിച്ചിരുത്തി എന്തിനാണ് ഈ തോന്നിയാസം പറയിക്കുന്നത്? നിങ്ങൾ രണ്ടുപേരോട് ഒരു ആഗ്രഹം പറയാണ്. ഒരാഗ്രഹം ഒന്ന് സാധിച്ചു തരുമോ? നിങ്ങളൊക്കെ രണ്ടുപേരും മരിക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ വായിന്ന് സ്നേഹത്തെക്കുറിച്ച്, സമത്വത്തെക്കുറിച്ച് ഇതൊക്കെ ഒന്ന് പറയുന്ന കേൾക്കാൻ വലിയ ആഗ്രഹമുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെയും പ്രധാന തൊഴിലെന്താ? ഏതെങ്കിലും മരക്കൊമ്പിരുന്ന ഒരു കാക്ക മുസ്ലിമേതര സമൂഹത്തിൽപ്പെട്ട ആരെങ്കിലും തലയിൽ കാഷ്ടിച്ചാൽ അന്നത്തെ നിങ്ങളുടെ ചർച്ച എന്തുകൊണ്ട് കാക്കമാരുടെ തലയിൽ കാഷ്ടിച്ചില്ല എന്നുള്ളതാണ് നിങ്ങളുടെ ചർച്ച. ഞാൻ ആലോചിക്കുകയാണ്, നിങ്ങൾക്ക് നാണം തോന്നില്ലേ? ഇനി നിങ്ങൾ രണ്ടുപേരും മനസ്സിലാക്കേണ്ട പച്ചയായ ഒരു യാഥാർത്ഥ്യമുണ്ട്. ഒരു യഥാർത്ഥ മുസൽമാൻ്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുകയോ മറ്റൊരാശയത്തിലേക്ക് കൂട്ടിക്കൊണ്ട് പോവുകയോ എന്നുള്ളത് സരള സുന്ദരമായി സാധ്യമാകുന്ന ഒരു കാര്യമാണെന്ന് നിങ്ങൾ നനച്ചിട്ടുണ്ട് എങ്കിൽ കേവലം നിങ്ങളുടെ വിദ്യാധാരണ മാത്രമാണ്. നിങ്ങൾ ഏതെങ്കിലുമൊക്കെ ആരിഫ് ഹുസൈന്മാരെ കണ്ടിട്ടാണോ? ജീവിതോപാധിയായി ഇസ്ലാം വിമർശനം നടത്തിയിട്ടുള്ള അനേകായിരം മനുഷ്യർ ഈ ഭൂമുഖത്ത് നിന്ന് കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരൊന്നും മനുഷ്യരുടെ ഓർമ്മയിൽ പോലുമില്ല. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരാം. അങ്ങനെ ഒരു മുസൽമാൻ്റെ വിശ്വാസത്തെ ദുർബലപ്പെടുത്തുക എന്നുള്ളത് അത്ര സിമ്പിളായി സാധ്യമായ ഒരു കാര്യമല്ലെന്ന് പറയാനുള്ള കാരണം ഏറ്റവും ചെറിയ ഉദാഹരണം നിങ്ങൾ ഗസയിലേക്ക് നോക്കൂ. ഫലസ്തീനിൽ ഗസയിൽ നിന്ന് വരുന്ന പുതിയ വാർത്തകൾ എന്താണ്? കൊടിയ പട്ടിണി മൂലം 100 ചിലവാനം ആളുകളാണ് അടുത്ത ദിവസങ്ങളിലായി മരണപ്പെട്ടത്. അവിടുത്തെ കുട്ടികളുടെയൊക്കെ ചിത്രം നിങ്ങളും കണ്ടു കാണും. അവരുടെ വാരിയിലടക്കം പുറത്തേക്ക് ഉന്തിയ നിലയിൽ അത്രയും കൂടിയ പട്ടിണിയാണ്. ഈ ദാരിദ്ര്യത്തിൻ്റെ കൊടുമുടിയിൽ ജീവിക്കുമ്പോൾ അവർക്ക് ഒറ്റ ദിവസം കൂടി പ്രശ്നം പരിഹരിക്കാം. അവർ ജൂതന്മാരായാൽ മതി, അവർ ഇസ്രായേൽ സപ്പോർട്ടേഴ്സ് ആയാൽ മതി. നെതന്യാഹുവിനെ വിളിച്ചുകൊണ്ട് ഞങ്ങൾ ഇനി മൂലം നിങ്ങളുടെ ഭാഗമാണെന്ന് പറഞ്ഞാൽ അവർക്ക് ഭക്ഷണം കിട്ടും, വെള്ളം കിട്ടും, ആ രാജ്യത്തിൻ്റെ ഭാഗമാകും, സ്വതന്ത്രമായി വിഹരിക്കാം. എന്തുകൊണ്ട് അവർ ചെയ്യുന്നില്ല എന്ന് വെച്ചാൽ അവരുടെ വിശ്വാസത്തിൻ്റെ ദൃഢത അതാണ്. മാത്രമല്ല, അവർ ഉയർത്തിപ്പിടിക്കുന്ന അവരുടെ മാർഗരേഖയായ വിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആൻ നൽകുന്ന സന്ദേശം മരണാനന്തരമാണ് യഥാർത്ഥ ജീവിതം ആരംഭിക്കുന്നത്. ഈ ഭൂമികയിലെ ജീവിതത്തിൽ പലതരത്തിലുള്ള പട്ടിണി ഉണ്ടാകും, പരീക്ഷണം ഉണ്ടാകും, പരിവട്ടമുണ്ടാകും, ജീവഹാനി വരെ സംഭവിക്കാം. അതിലൊക്കെ ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവർക്ക് മരണാനന്തരം നാദങ്കൽ അർഹമായ പ്രതിഫലമുണ്ട് എന്ന വിശുദ്ധമായ ഖുർആന്റെ വചനങ്ങൾ നെഞ്ചേറ്റിയ ഒരു സമൂഹത്തെ എങ്ങനെയാണ് വിശ്വാസപരമായി, വിശ്വാസത്തിൽ അവർക്ക് എങ്ങനെ നിങ്ങൾക്ക് ദുർബലരാക്കാൻ കഴിയും? അങ്ങനെയെങ്കിലും വിചാരിക്കണ്ടേ? നോക്കൂ നിങ്ങൾ. എന്നാൽ അവരെ കൂടിയ പീഡനത്തിനിരയാക്കുന്ന, കൂടിയ പട്ടണിലേക്ക് തള്ളിവിട്ട ജൂതന്മാരുടെ ഭൂതകാലം എങ്ങനെയാണ്? ഈ രണ്ട് സമൂഹങ്ങളെ നിങ്ങളൊന്ന് ഫോക്കസ് ചെയ്ത് നോക്കൂ. ഹിറ്റ്ലറിന്റെ കരാള ഹസ്തങ്ങളിൽ പടയുന്ന സമയത്ത് അവസാന ശ്വാസത്തിൽ ഗതികെട്ട ജൂതന്മാർ ജയിലിന്റെ ഭിത്തികൾ എഴുതി വെച്ചൊരു വചനമുണ്ട്. ഇഫ് ദർ ഇസ് ഗോഡ് ഹി വിൽ ഹാവ് ടു ബെഗ് മൈ ഫോർഗിവ്നെസ്. ദൈവമെന്ന ഒന്നുണ്ട് എങ്കിൽ, ഞങ്ങൾ ഈ അനുഭവിക്കുന്ന കൊടിയ പീഡനങ്ങൾ കണ്ടിട്ടും നിസ്സംഗത പാലിക്കുന്നുണ്ട് എങ്കിൽ നാളെ അവനെ ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് ധിക്കാരപരമായി ദൈവനിഷേധം നടത്തിയ ജൂതന്മാരാണ്. അവരുടെ വിശ്വാസം ദുർബലപ്പെട്ടു പോയി. എന്നാൽ ഫലസ്തീനികളോ? തകർന്നു കിടക്കുന്ന പള്ളിക്ക് ചാരെ, പൊളിഞ്ഞു കിടക്കുന്ന വീടിന് സമീപം, എന്തിനേറെ ബോംബിങ്ങിൽ കബറടക്കപ്പെട്ട മയ്യത്ത്, ആ മയ്യത്തുകൾ കബറിന്റെ ഉള്ളിൽ പുറത്തേക്ക് ചിതറി വീണിട്ട് അതിന്റെ സമീപത്ത് നിന്ന് അവർ ഉറക്കെ വിളിച്ചു പറയുന്നത് അല്ലാഹു അക്ബർ, പടച്ചവനെ നീ തന്നെയാണ് ഉന്നതൻ, നീ തന്നെയാണ് വലിയവൻ. അതാണ് വിശ്വാസം. അത് ഈ സമൂഹത്തെ എങ്ങനെയാണ് ദുർബലപ്പെടുത്താൻ കഴിയുക? ഒരു സുവിശേഷ പ്രസംഗം കൊണ്ട് എങ്ങനെയാണ് ഇവർ അട്ടിമറിക്കാൻ കഴിയുക? ഇനി നോക്കൂ നിങ്ങൾ, ഈ വിശ്വാസത്തിന്റെ ദൃഢതയും ആ വിശ്വാസത്താൽ ഉണ്ടായിത്തീരുന്ന മഹിതമായ സ്വഭാവവും സംസ്കാരവുമാണ് ഇന്ന് ഇന്ത്യ മഹാരാജ്യത്ത് കോടിക്കണക്കിന് വരുന്ന മുസ്ലിമീങ്ങളെ ഉണ്ടാക്കി തീർത്തത്. മുസ്ലിമീങ്ങളെ വിളിക്കുന്ന പേര് മാപ്പിള എന്നാണല്ലോ മലയാളികൾ. എന്താണ് ഈ മാപ്പിള? ആ വാക്കിൻ്റെ അകമ്പൊരുളിലേക്ക് പോകാം. പഴയകാലത്ത് ഈഴവന്മാരുടെ ഒരു വിഭാഗമായിരുന്നു പിള്ളമാർ. ആ പിള്ളയാണ് പിന്നെ മാപ്പിള. ആ ഈഴവന്മാരാണ് ധാരാളമായി ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നമുക്കറിയാം, അയ്യങ്കാളിയും സഹോദരൻ അയ്യപ്പനും നവോത്ഥാന നായകന്മാരാണ്. ഇവരൊക്കെ പറഞ്ഞത് അവർണർക്ക് നല്ലത് ഇസ്ലാം. അങ്ങനെ പഴയ കാലത്ത്, കേരളത്തിൻ്റെ ഭൂതകാലത്ത്, ഇന്ത്യയുടെ ഭൂതകാലത്ത് ലക്ഷക്കണക്കിന് വരുന്ന മനുഷ്യർ ഇസ്ലാമിലേക്ക് ആശ്ലേഷിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് ഇവർ കടന്നു വന്നത്? അവിടെയാണ് ഒരു വിചിന്തനം നമ്മൾ നടത്തേണ്ടത്.
പാറ്റയും പല്ലിയും പഴുതാരയും പാമ്പും ഇഴഞ്ഞു പോകുന്ന സ്ഥലങ്ങളിലൂടെ മനുഷ്യർക്ക് നടക്കാൻ അവകാശമില്ലാത്ത ഒരു ലോകമുണ്ടായിരുന്നു നമുക്ക്. അത് 19-ാം നൂറ്റാണ്ടിൻ്റെയോ 18-ാം നൂറ്റാണ്ടിൻ്റെയോ അങ്ങനെ ഭൂതകാല ചരിത്രങ്ങളിലേക്ക് പോകണ്ട. ഇന്ന് 21-ാം നൂറ്റാണ്ടിലെ അവസ്ഥ എന്താണ്? ഞാൻ 2 വീഡിയോ നിങ്ങളെ കാണിക്കും, നിങ്ങൾ കണ്ടു നോക്ക്. പണ്ടൊക്കെ എൻ്റെ നാട്ടിൽ ഇവിടെ ഇങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരുന്നത് പൂച്ചയെന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത്. പൂച്ച നമ്മളെ അങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ കറുത്ത ശരീരമുള്ളവരാണ്, പൂച്ച വെളുത്തതായിരിക്കും, പക്ഷെ അവരുടെ കണ്ണിൽ അതൊരു ജാതി പേരാണ്. ആ പൂച്ചയെന്ന വിളികൾ മാത്രമാണ്. പുലയര അല്ലെങ്കിൽ നമ്മളിപ്പോൾ ഒരു കളർ ഇട്ടിറങ്ങാണ്, അതൊരു പച്ചയോ ചുവപ്പോ കളറാണ്. ഇനി ഈ ആഴ്ച നടന്ന മറ്റൊരു സംഭവം അതും കൂടി നിങ്ങൾ കണ്ടു. ഞാൻ നമ്പൂരി ആ ബിംബത്തുമ്മലേക്ക് പൂക്കൾ അർപ്പിക്കണവനാണല്ലോ എന്നിട്ട് ഞാൻ അവന് പറ്റിയ പേര് ഞാൻ പറയാത്ത എന്റെ നാക്കൊണ്ട് പറഞ്ഞ ആ പാപം ഞാൻ ഏൽക്കണ്ടല്ലോ എന്നിച്ചിട്ടാ. പൂണൂലുട്ട പെലയനാണ് അവൻ, പൂണൂലുട്ട പെലയൻ. ഇരിങ്ങാലക്കുട കാരുകുളങ്ങര ക്ഷേത്രത്തിലെ മുൻ ഭരണസമിതി അംഗത്തിന്റെ നിങ്ങളോടൊരു കാര്യം പറയാം. ഈ ഇന്ത്യ എന്ന് പറയുന്ന ഇന്ത്യയുടെ മഹിതമായ സംസ്കാരം എന്നൊക്കെ നമ്മൾ പറയുന്നെങ്കിലും പുറത്തു പറയാൻ കൊള്ളാത്തൊരു സംസ്കാരം നമുക്കുണ്ടായിരുന്നു. പാവപ്പെട്ട ഹിന്ദു എന്ന പേര് പോലും ഏത് കാലഘട്ടം മുതലാണ് ഈ പാവങ്ങളെ വിളിച്ചു തുടങ്ങിയത്? ഈ ഹിന്ദു എന്ന വാക്കിൻ്റെ ഉള്ളിൽ ഈ നാട്ടിൽ അവർണർ വരുമായിരുന്നു? ഒരിക്കലുമില്ല. യഥാർത്ഥ പാവപ്പെട്ട ഹിന്ദുവിൻ്റെ ശ്മശാന ഭൂമിയായിരുന്നു ഇത്. അതുകൊണ്ടല്ലേ പണ്ഡിറ്റ് കറുപ്പം പാടിയത്, അല്ല ഇവനൊരു പുലയനല്ലേ, അള്ളാമതം നാളെ സ്വീകരിച്ചാൽ ഇല്ലായിടത്തും പോകാം ഇല്ലത്തും പോകാം ജ്ഞാനപ്പെണ്ണെ. അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് കറുപ്പം പാടിയ പാട്ടിൻ്റെ അകമ്പൊരുൾ എന്താണെന്നറിയോ? ഇവിടെ ഒരു ഈഴവൻ മത്തായി ആയാൽ അയാൾക്ക് പൊതുവഴിയിലൂടെ നടക്കാം, ജാതീയമായ അയിത്തങ്ങളൊക്കെ ഉണ്ടാവാം, പക്ഷേ അയാൾ മുസ്ലിം ആയാൽ നമ്പൂതിരിയുടെ ഇല്ലത്താണ് അയാൾക്ക്, ഇല്ലത്തെ ഉമ്മറപ്പടിയിലാണ് അദ്ദേഹത്തിന് സ്ഥാനം. അങ്ങനെ മനുഷ്യർ കൂട്ടം കൂട്ടമായി ഇസ്ലാമിൻ്റെ ഭാഗമായി ഒറ്റ നിമിഷം കൊണ്ട് ആൾക്ക് പിന്നെ വലിയ സ്ഥാനം കിട്ടുകയാണ്. എത്രയോ ദൂരം വഴി തെറ്റി നിൽക്കേണ്ട ഒരു 7 ചെറുമം പോയി തൊപ്പിയിട്ടാൽ ചിത്രാവതത്തിൽ ചാരത്തിരിക്കുവാൻ ഒട്ടും പേടിക്കേണ്ട നമ്പൂരാരെ. പിന്നെ പേടിക്കേണ്ട കാര്യമില്ല, തൊപ്പിയിട്ട് വന്ന് മുസൽമാനായാൽ പിന്നെ അയാൾക്കൊന്നും പേടിക്കണ്ട, അയാൾക്ക് എല്ലാ വരിയിലൂടെ നടക്കാം. പക്ഷേ ഇവിടുത്തെ അധകൃതരായ അധസ്ഥിതരായ ഹൈന്ദവ സമൂഹങ്ങൾ, താഴെ തട്ടിലുള്ള മനുഷ്യർക്ക് അതിനുള്ള ഒരു അവകാശമില്ലായിരുന്നു. എന്ന് മാത്രമോ, പുട്ട് എന്ന് പറയുന്ന ഭക്ഷണം ഉണ്ടല്ലോ, അതിൻ്റെ ചരിത്രം അറിയോ? പുട്ടിന് കമ്പന്തൂറി എന്ന ഒരു കാലത്ത് പേര്. ഈഴവന്മാരുടെ ഭക്ഷണം 19-ാം നൂറ്റാണ്ടിലെ കേരള ചരിത്രം ഭാസ്കരനുണ്ട്, പുസ്തകം എടുത്ത് വായിച്ചു നോക്ക്. വീട് എന്ന് പറയാൻ പറ്റത്തില്ല ഈഴവന്മാർക്ക്, ഇല്ലം എന്ന് പറയാൻ പറ്റത്തില്ല, വീടെന്ന് പറയാൻ പറ്റത്തില്ല. ഈ ഒരു അവസ്ഥയിൽ ജീവിച്ച മനുഷ്യർക്ക് ഇതിൽ നിന്ന് മോചനം കൊടുത്ത മതം പ്രത്യയശാസ്ത്രമാണ് ഇസ്ലാം. അവർ സർവൈവൽ ചെയ്യാൻ വേണ്ടി പ്രത്യയശാസ്ത്രത്തിന്റെ ഭാഗമായി കോടിക്കണക്കിന് മനുഷ്യർ വന്നിട്ടുണ്ട്. പല കാരണങ്ങളെ കൊണ്ട് ഇസ്ലാമിലേക്ക് കടന്നു വന്നവരുണ്ട്. ഇന്ന് ലോകത്തിന്റെ പല ദിക്കിലും അങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ധാരാളം ആളുകളുണ്ട്. ഇങ്ങനെയൊക്കെ ആളുകൾ ഇസ്ലാമിലേക്ക് വന്നത്. ഇന്നും ഇങ്ങനെ അധകൃതരും മതസ്ഥരുമായ മനുഷ്യർ ഇസ്ലാമിൻ്റെ ഭാഗമാകുന്നു, ഇസ്ലാമിനെ പഠിക്കുന്നു, ഇസ്ലാമിലേക്ക് കടന്നു വരുന്നു. നിങ്ങൾ ഈ കൊണ്ടു നടക്കുന്ന ആശയങ്ങൾ മഹിതമാണെങ്കിൽ, ആ സംസ്കാരത്തിലേക്ക് ആളുകൾ വരണമെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ആ ജനങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണ്ടേ? ആ മനുഷ്യർക്ക് പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഏതെങ്കിലും ഒരു വചനം, ഏതെങ്കിലും ഒരു ശ്ലോകമെങ്കിലും. അവനവൻ്റെ സംസ്കാരം പഠിക്കാതിരിക്കുകയും അത് പഠിപ്പിക്കത്തില്ല എന്ന് തീരുമാനിക്കുകയും ചെയ്തു. എന്നാൽ മറ്റു സംസ്കാരങ്ങളെ പഠിക്കുമ്പോൾ അത് മഹിതമാണെന്ന് തോന്നിയാൽ ആളുകൾ അതിൻ്റെ ഭാഗമായി വരും. അതിന് നമ്മൾ കരഞ്ഞിട്ടോ കൂവിയിട്ടോ നെഞ്ചത്തിരിച്ച് കരഞ്ഞിട്ടോ ഒന്നും ഒരു കാര്യമില്ല. ഇത് അനുസൂദ്യം നടന്നു പോകും. ഇതിപ്പോൾ ഈ പറയുന്ന ഞാൻ, എൻ്റെ ശബ്ദം അസ്തമിച്ചാലോ, ഈ ലോകത്തുള്ള മറ്റു പലരുടെയും ശബ്ദം അസ്തമിച്ചാലോ, ഇസ്ലാം എന്ന് പറയുന്ന പ്രത്യയശാസ്ത്രം ലോകാന്ത്യം വരെ നിലനിൽക്കും. എൻ്റെ ഈ വാക്ക് സോഷ്യൽ മീഡിയയിലൂടെ പല കോണിലേക്കും ഇത് പോകും. ഈ വാക്ക് അവസാനിക്കുന്ന വാക്കല്ല. ഇസ്ലാം അങ്ങനെ ഒരു കാലഘട്ടത്തിലും ദുർബലപ്പെടുത്തില്ല. അത് നമ്മുടെ തോന്നലാണ് അങ്ങനെ ദുർബലപ്പെടുന്നത്. അങ്ങനെയാണ് എങ്കിൽ താരത്താരികൾ ചെങ്കിസ് ഖാനൊക്കെ എത്ര കോടി മനുഷ്യരെയാണ് ഈ കൊന്നു തീർത്തത്? പ്രത്യയശാസ്ത്രം അവസാനിച്ചോ? ഇല്ല. അതിനോടൊപ്പം നീന്തി തുടിച്ച പലതും ഇടക്കാലത്ത് വെച്ച് അസ്തമിച്ചു പോയി. ഇന്ന് ഒപ്പം നീന്താൻ ശ്രമിക്കുന്ന പലതും അസ്തമിച്ചു പോയില്ലേ? അതുപോലെ ലോകത്ത് പലതും അസ്തമിച്ചു പോകും. അതുകൊണ്ട് എൻ്റെ സഹോദരന്മാരോട് പറയാനുള്ളത്, നിങ്ങൾ നിങ്ങളുടെ പ്രത്യയശാസ്ത്രം നിങ്ങൾ കൊണ്ടുനടക്കുന്ന ഉത്കൃഷ്ടമാണ് എങ്കിൽ അത് സമൂഹത്തോട് പറയുകയും പഠിപ്പിക്കുകയും ചെയ്യാതെ നിങ്ങൾ മറ്റ് സമൂഹങ്ങളെ, ആ സമൂഹങ്ങളിലേക്ക് ആളുകൾ ആശയങ്ങളിലേക്ക് പോകുന്നു എന്ന് പറഞ്ഞ് നെഞ്ചത്തിടിച്ച് കരഞ്ഞതുകൊണ്ട് യാതൊരു കാര്യം ഉണ്ടെന്ന് തോന്നില്ല. എല്ലാവർക്കും നന്ദി, നമസ്കാരം.